ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ ഒരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അരിപ്പൊടി കൊണ്ട് കലക്കി ചുടുന്നൊരു ദോശ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് എല്ലാ കറികളും ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ ചട്നി നമ്മൾ ഉഴുന്നരിച്ചിട്ടുള്ള പുളിച്ച ദോശ ഉണ്ടല്ലോ, അതിനും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഇതിനും ഉപയോഗിക്കാം. അപ്പോൾ ഈ ചട്നി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. എനിക്കിപ്പോൾ 2 കപ്പ് തേങ്ങ വേണം, അതുകൊണ്ട് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞതാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടാൻ. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ തേങ്ങയ്ക്കൊപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിട്ട ഉപ്പ് നല്ല കറക്റ്റായിരുന്നു, അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം. ഇപ്പോൾ ചട്നി കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്, അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മുടെ ചട്ടിന് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കടുക് ചേർത്താൽ മതി. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഒഴിക്കുക. തീ ഓഫ് ചെയ്യുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് അധികം തിളക്കുകയൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ ഇത് വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അരച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുന്നുണ്ട്. കട്ടിയൊക്കെ നിങ്ങളുടെ പാകത്തിനാക്കിയിട്ട് എടുക്കുക. ഇത് കടുക് വറുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. അത് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ മൂപ്പിച്ചതിൻ്റെ ശേഷം തേങ്ങ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില എല്ലാം ഇട്ടതിൻ്റെ ശേഷം തേങ്ങ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ചെറിയ ഉള്ളി കൂട്ടിയിട്ടില്ല. ചെറിയ ഉള്ളി വേണ്ടവർക്ക് അതും കൂടിയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് വളരെ എളുപ്പത്തിലാണ് അത് റെഡിയായത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി, എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ചട്നി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതുപോലെ ഞാൻ മുന്നേ കാണിച്ച ആ ദോശ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ ഇതേപോലെ ഈ ചട്നി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു വെരി മച്ച്.